മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുമായി സർക്കാർ നടത്തിയ 2 ചർച്ചകളും പരാജയം. സമരവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് ആശാ വർക്കർമാർ അറിയിച്ചു. സർക്കാരിന് പണമില്ലെന്നും സമരത്തിൽ നിന്ന് പിന്തിരിയണമെന്നുമാണ് 2 ചർച്ചകളിലും പറഞ്ഞതെന്നും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഒന്നുപോലും പറയാനോ കേൾക്കാനോ ശ്രമിച്ചില്ലെന്നും ആശാ വർക്കർമാർ പ്രതികരിച്ചു. അനിശ്ചിതകാല നിരാഹാര സമരം നാളെ മുതൽ ആരംഭിക്കുമെന്ന് ആശാ വർക്കർമാർ നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ കാണണമെന്ന് ആരോഗ്യമന്ത്രി പ്രതികരിച്ചു. റാഗിംഗ് വിരുദ്ധ നിയമപരിഷ്കരണത്തിലുള്ള കർമ്മസമിതി അടിയന്തരമായി രൂപീകരിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. കർമ്മസമിതിയുടെ കരട് രൂപം ഒരാഴ്ചയ്ക്കകം അറിയിക്കാൻ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. നിയമസേവന അതോറിറ്റിയുടെ ഹർജിയിൽ കക്ഷി ചേരാനുള്ള അപേക്ഷകൾ കോടതി അംഗീകരിച്ചില്ല. സർക്കാർ രൂപീകരിക്കുന്ന കർമ്മസമിതിക്ക് മുന്നിൽ വിശദാംശങ്ങൾ നൽകാനും അപേക്ഷകർക്ക് നിർദ്ദേശം നൽകി. കൊല്ലം താന്നിയിൽ 2.5 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി മാതാപിതാക്കൾ ജീവനൊടുക്കി. താന്നിയിൽ BSNL ഓഫീസിന് സമീപം താമസിക്കുന്ന അജീഷ്, ഭാര്യ സുലു എന്നിവരാണ് ആത്മഹത്യ ചെയ്തത്. കുഞ്ഞിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതിനു ശേഷം ഇരുവരും തൂങ്ങി മരിക്കുകയായിരുന്നു. അജീഷിന് അടുത്തിടെ ക്യാൻസർ സ്ഥിരീകരിച്ചിരുന്നു. കൂടാതെ കുടുംബത്തിന് സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നതായും നാട്ടുകാർ പറയുന്നു. ഈങ്ങാപ്പുഴയിൽ ലഹരിക്കടിമയായ ഭർത്താവിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഷിബിലയുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് ഷിബിലയുടെ മരണകാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ കഴുത്തിലെ 2 മുറിവുകളും ആഴത്തിലുള്ളതാണെന്നും ആകെ 11 മുറിവുകളുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. ഇന്നലെ വൈകിട്ടായിരുന്നു താമരശ്ശേരി ഈങ്ങാപ്പുഴയിൽ യാസിർ ഭാര്യ ഷിബിലയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കോൺഗ്രസിനെ വീണ്ടും പ്രതിരോധത്തിലാക്കി ശശി തരൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രജ്ഞതയെ തരൂർ പ്രശംസിച്ചു. ഒരേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും സ്വീകാര്യനായ നേതാവായി മാറാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞുവെന്നും രണ്ടിടത്തും അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ടെന്നുമാണ് തരൂർ പറഞ്ഞത്. മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനെ ഭാര്യയും ആൺസുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തി. സിമന്റ് നിറച്ച ഡ്രമ്മിനുള്ളിൽ ഒളിപ്പിച്ചു. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് സംഭവം. സൗരഭ് രജ്പുത് എന്ന ആളാണ് കൊല്ലപ്പെട്ടത്. മകളുടെയും ഭാര്യയുടെയും ജന്മദിനം ആഘോഷിക്കാൻ ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയതായിരുന്നു സൗരഭ്. മൃതദേഹം കഷ്ണങ്ങളാക്കിയ ശേഷം സിമന്റ് ഡ്രമ്മിനുള്ളിൽ ഒളിപ്പിക്കുകയായിരുന്നു. പ്രതികളായ ഭാര്യ മുസ്കിൻ റസ്തോഗി, സാഹിൻ ശുക്ല എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലുണ്ടായ വർഗീയ സംഘർഷത്തിൽ മുഖ്യപ്രതിയെ പോലീസ് പിടികൂടി. ഫഗീം ഖാൻ എന്ന പ്രാദേശിക നേതാവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു മാറണമെന്ന് ആവശ്യപ്പെട്ട് VHPയും ബജ്രംഗദളും നടത്തിയ പ്രതിഷേധ പരിപാടികൾക്ക് പിന്നാലെയാണ് നാഗ്പൂരിൽ സംഘർഷമുണ്ടായത്. 9 മാസത്തിലധികം നീണ്ട ബഹിരാകാശ ദൌത്യത്തിന് ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലെത്തി. ഇന്ത്യൻ സമയം പുലർച്ചെ 3:27 മെക്സിക്കോ ഉൾക്കടലിലാണ് ഡ്രാഗൺ പേടകം സുരക്ഷിതമായി ലാൻഡ് ചെയ്തത്. ബഹിരാകാശ യാത്രികരുമായുള്ള പേടകം കടലിലിറങ്ങുന്നത് വീഡിയോ പങ്കുവച്ച സ്പേസ് എക്സിനും ഇലോൺ മസ്കിനും നാസയ്ക്കും നന്ദി പറഞ്ഞ് വൈറ്റ് ഹൌസ്. സുനിതയെ കാണാൻ താൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും 1.4 ബില്യൺ ഇന്ത്യക്കാർ നിങ്ങളുടെ നേട്ടങ്ങളിൽ അഭിമാനം കൊള്ളുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി.